Good morning all. Last class we have discussed about scientific aptitude as well as scientific attitude. Today let's see what are scientific creativity and also scientific sensitivity. So, എന്താണ് scientific creativity? Scientific creativity is a phenomenon whereby something new and somehow valuable is formed in science. Creativity എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? It's a use of imagination or original ideas to create something. Okay, അപ്പോൾ സംതിങ് ന്യൂ വളരെ ഐഡിയപരമായിട്ട് സംതിങ് ന്യൂ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സയൻസിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് പുതിയ ഐഡിയാസ്, പുതിയ പ്രൊഡക്ട്സ്, പുതിയ ലോ, പ്രിൻസിപ്പിൾസ്, അങ്ങനെ പുതിയ കാര്യങ്ങൾ സയൻസിൽ ഉണ്ടാക്കാം. ആ ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് എന്ത്? സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി. സോ ഇറ്റ്സ് എ ഫിനോമിനൻ whereby something new and somehow valuable is formed in science. സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് ഓരോ പുതിയ ലോസ്, അതുപോലെ പുതിയ പുതിയ പ്രിൻസിപ്പിൾസ് ഒക്കെ. ഓക്കെ, ഐൻസ്റ്റൈൻ E=mc² എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിച്ച സമയത്ത് അതെന്താണ്? അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റിയാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റിയുടെ പ്രൊഡക്റ്റായിട്ടുണ്ടായിട്ടുള്ള റിസൾട്ടാണ് ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതെന്താണ്? അന്നേരം വളരെയധികം പുതിയൊരു കാര്യമായിരുന്നു അല്ലേ, സംതിങ് ന്യൂ ആയിരുന്നു, അതുപോലെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസിൽ കണ്ടുപിടിക്കുന്ന ഫിനോമിനയാണ് എന്ത് പറയുന്നത്? സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുട്ടികളിൽ നമുക്ക് എങ്ങനെ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാം? എങ്ങനെയൊക്കെയാണ്? എൻകറേജ് ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഐഡിയാസ്, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാകും, ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകും. ഓരോരുത്തരുടെയും വാല്യൂ പോയിൻറ്റ്സ്, അതുപോലെ അവരുടെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒറിജിനാലിറ്റി എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എൻകറേജ് ചെയ്യുക. ഓക്കെ, ദെൻ എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. ഇത് ഏകദേശം സെയിം ആണ്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിൽ നിന്നാണ് ഒരു പുതിയൊരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാകുന്നത് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് നടക്കുമ്പോഴാണ് ഒറിജിനലായിട്ടുള്ള ഓരോ ഐഡിയാസ് ഓരോ കുട്ടികളുടെ അടുത്തുനിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. എല്ലാവരോടും ഒരു കാര്യം കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുക, അവർ പറയുന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ബിൽഡ് ബേസിക് സ്കിൽസ്. ബേസിക് സ്കിൽസ് എന്താണെന്ന് പറയണ്ടല്ലോ. സ്കിൽസ് നമ്മൾ പഠിച്ചു, ബേസിക് സ്കിൽസും പഠിച്ചു, ഇൻ്റഗ്രേറ്റഡ് സ്കിൽസും പഠിച്ചു. അപ്പോൾ എന്താണ് ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായി വരേണ്ട കഴിവുകളാണ് ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അത് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ടീച്ചർ ഉറപ്പുവരുത്തുക. എൻകറേജ് അക്വിസിഷൻ ഓഫ് നോളജ്. അതുപോലെ അവരെ നോളജ് അക്വിസിഷന്, നമ്മൾ കൊടുക്കുന്ന നോളജ് അവർക്കത് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ആസ്ക് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനിങ് ഓൾവേസ് ഹെൽപ്സ് ടു ബിൽഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, സോ അപ്പം നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുക, അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും പറയിപ്പിക്കുക. സ്റ്റിമുലേറ്റ് ആൻഡ് റിവാർഡ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. എന്ത് ചെയ്യുക? ക്യൂരിയോസിറ്റി അതുപോലെ എക്സ്പ്ലോറേഷൻ, ഇത് രണ്ടും കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യാനുള്ള അവസരങ്ങൾ, അതുപോലെ എങ്ങനെ ഓരോ കാര്യങ്ങളും സയൻസിലുണ്ടായി എന്നൊക്കെ അവരുടെ ചിന്തയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അഡോപ്റ്റ് പ്രോപ്പർ റീഇൻഫോഴ്സ്മെൻറ്റ് ടെക്നിക്സ്. നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ആസ് എ സയൻസ് ടീച്ചർ നമ്മുടെ റോൾ എന്തായിരിക്കും? കുട്ടികളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു നോളജിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുക്കുക.
and tendency to participate in discussion on scientific topics and compelling students to explore novel ideas. അപ്പോൾ എന്താണ് ചില ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് നിങ്ങളിപ്പം നിങ്ങളുടെ തേർഡ് യൂണിറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കുറേ ടീച്ചിങ് മെത്തേഡ്സ് സ്ട്രാറ്റജീസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, കൊളാബറേറ്റീവ് ലേണിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സയൻസ് എങ്ങനെ പഠിപ്പിക്കാം, സയൻസ് പഠിപ്പിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം മെത്തേഡ്സ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം ആ മെത്തേഡ്സൊക്കെ, അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് എന്തിനൊക്കെ, ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് എന്തിനൊക്കെ യൂസ്ഫുൾ ആണ്? കുട്ടികളിൽ റീസണിങ് പവർ ഉണ്ടാകാൻ, അതുപോലെ സയൻസിലെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ, അങ്ങനെ എന്താണ് സയൻറ്റിഫിക് ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കാൻ, അതുപോലെ എന്താണ് അവരുടെ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ, അതിനൊക്കെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നിങ്ങളത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സും സ്ട്രാറ്റജീസും എല്ലാം ഉണ്ട് സയൻസ് പഠിപ്പിക്കാൻ. അപ്പോൾ അതൊക്കെ എന്താണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളർത്തുന്നു. നെക്സ്റ്റ് ആണ് എന്ത്? സയൻറ്റിഫിക് സെൻസിറ്റിവിറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് വേണം, സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി വേണം. അങ്ങനെ ഇത് എല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സയൻറ്റിഫിക് സെൻസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് എന്താണ് വേണ്ടത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് വേണം. ഓക്കെ, നിങ്ങൾ ഈ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. ഇതൊക്കെ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു മാർക്കിനാണ്. ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതാനുള്ള ഡെഫിനേഷൻസ് കണ്ടുവെക്കുക. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെ കുട്ടികളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. അങ്ങനെ ഒരു കാര്യത്തിൻ്റെ രഹസ്യ സ്വഭാവം അത് സൂക്ഷിച്ചു വെക്കാൻ, നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്തായിരിക്കും, അത് എല്ലാവർക്കും ആക്സസിബിൾ ആയാൽ, ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് അത് ലീക്കായി പോയാൽ അത് വളരെ ബാഡ് എഫക്റ്റ് ആയിരിക്കും ഫാമിലീസിലും ഇൻഡിവിജ്വൽസിലും എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണോ റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പാക്റ്റ് കൾച്ചറിൽ, നമ്മളുള്ള സൊസൈറ്റിയുടെ കൾച്ചറിൽ, അതുപോലെ എന്താണ് ഇൻഡിവിജ്വൽസിൽ, ഫാമിലീസിൽ, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്, നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് അതിനെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് controversial scientific discoveries? When researchers make discoveries that challenge established beliefs or traditions, they need to communicate their findings with sensitivity to the potential social cultural impacts. For example, findings related to human origins, evolution, climate change can be controversial and require responsible communication. നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സയൻറ്റിഫിക് ചില ഡിസ്കവറീസ് ഒന്നും ഒരിക്കലും പബ്ലിക്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെ പ്രൂഫ് കൊടുത്താലും ചിലപ്പോൾ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അങ്ങനെ ആ ടൈം എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ഹ്യൂമൻ ഒറിജിൻസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അതിൽ തർക്കമാണ്. സയൻസ് ആണോ ഫസ്റ്റ്, അതോ റിലീജിയൻ ആണോ ഫസ്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പം നമുക്കതിനെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാൻ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ല, ഞാൻ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാതെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് നമുക്ക് അങ്ങനെ ഒരു സെൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സെൻസ് ഉണ്ടായിരിക്കണം. In ecological research, scientists studying the impact of human activities on the environment must be sensitive to the potential consequences of their findings. This includes considering how results may influence conservation efforts or policy decisions. Okay, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇക്കോളജിക്കൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ ഇത്. നമുക്ക് അറിയാം, ഓരോരുത്തരും കണ്ടുപിടിച്ച് ഓരോ റിപ്പോർട്ട്സും സമർപ്പിച്ച് കഴിയുമ്പോൾ അത് പബ്ലിക്കിൽ ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെൻറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ചില ആളുകളാണ് ഇത് വരുത്തി തീർക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും എന്നറിഞ്ഞുകൊണ്ടായിരിക്കും ഇവർ ഈ റിപ്പോർട്ട്
സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുന്നത് സെൻസിറ്റീവായിട്ട് വളരെ പൊളൈറ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. When conducting studies involving human subjects, scientists must obtain informed consent, protect participants' privacy, and ensure the well-being of individuals. നമുക്കറിയാം ഒരുപാട് പരീക്ഷണങ്ങൾ, എക്സ്പീരിമെൻറ്റ്സ് നമ്മുടെ ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും ഈ പരീക്ഷണങ്ങൾക്ക് ഇരയാകുന്ന ആൾക്കാർ വളരെ ക്രൂരമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ ഇരയായവരുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിസർച്ചിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. നമുക്ക് ഡാറ്റ തരുന്നവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം. ഓക്കെ, പിന്നെന്താണ്, മെഡിക്കൽ റിസർച്ച് റെസ്പെക്ടിങ് ദ പ്രൈവസി ആൻഡ് ദ ഡിഗ്നിറ്റി ഓഫ് പേഷ്യൻസ് ഇൻ ക്ലിനിക്കൽ ട്രയൽസ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, മെഡിക്കൽ റിസർച്ചിലാണ് കൂടുതലും എന്താണ് ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് മനുഷ്യനിരയാകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയൊന്നും നടക്കാതെ അവരുടെ പ്രൈവസിയും ഡിഗ്നിറ്റിയൊക്കെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സയൻറ്റിഫിക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെഫിനിഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാം ചോദിച്ചാൽ 1 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. നോട്ട് എഴുതിക്കൊള്ളുക. എക്സാം പറഞ്ഞ ഡേറ്റിൽ എക്സാം നമ്മൾ നടത്തും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.